സുരേഷ് ഞാൻ ചോദിക്കുന്നത് ഈ ഈ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലെയുള്ള ആക്ഷേപ പരാമർശങ്ങളെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും വളരെ കൃത്യതയുള്ള ഇൻഫർമേഷൻ ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ ആ കാര്യത്തിൽ? ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് VS-നെതിരായിട്ട് എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് പാർട്ടി സമ്മേളനത്തിൽ ചർച്ച ചെയ്തു എന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് 2012 തിരുവനന്തപുരം സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിൽ ചർച്ചയിൽ ഇപ്പം നമ്മൾ ആരും ചർച്ചയിൽ സമ്മേളനത്തിനകത്ത് പങ്കെടുത്ത ആളുകളല്ല. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉൾപ്പെടെയാണ് ആ സമ്മേളനത്തിൽ ഉണ്ടാവുക. അത് മാധ്യമങ്ങളിൽ സ്വാഭാവികമായിട്ടും വാർത്ത വരികയും അത് അങ്ങനെ ചർച്ച ചെയ്തു എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ VS പൊതുസമ്മേളനത്തിൽ അതിന് മറുപടി പറഞ്ഞത്. സാധാരണ സമ്മേളനങ്ങളിൽ നടത്തിയ ചർച്ചയും അതുപോലെ തന്നെ വിഷയങ്ങളൊന്നും പുറത്ത് പറയാറില്ല. പക്ഷേ VS സ്വാഭാവികമായിട്ടും ആ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെതിരായിട്ട് ആ പൊതുസമ്മേളനത്തിൽ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം സുരേഷ് കുറുപ്പ് 2015 സമ്മേളനത്തിൽ യുവവനിതാ നേതാവ് പറഞ്ഞു എന്ന്. ആരാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന വാക്ക് ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്തുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അത് പുറത്തു വരികയും ചെയ്തത് 2012 തിരുവനന്തപുരം സമ്മേളനത്തിലാണ്. അതിന് അടിവരയിട്ടുകൊണ്ടാണ് പിരപ്പങ്കോട് മുരളി, അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ആ സമയത്ത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കാം, കാരണം അദ്ദേഹം കൂടി പങ്കെടുത്ത സമ്മേളനത്തിലാണല്ലോ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 2012 സമ്മേളനത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുകയും VS-നെ ആക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളത് പിരപ്പങ്കോട് മുരളി പറഞ്ഞതോടുകൂടി അതിന് അടിസ്ഥാനമായിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ ആലപ്പുഴ സമ്മേളനത്തിൽ കേട്ടതിനെ കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ സുരേഷ് കുറുപ്പ് എഴുതിയിട്ടുള്ളത്. അവിടെ തന്നെ പല കാര്യങ്ങൾ കേട്ടു. അദ്ദേഹത്തെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണമെന്നൊരു കൂട്ടർ, അദ്ദേഹം പാർട്ടി വിരുദ്ധരുടെ കൂടെ നിൽക്കുന്നു, വേശ്യാലയത്തിൻ്റെ കാവൽക്കാരനായിരിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ പരമാവധിയിൽ ചൊരിഞ്ഞു യുവ നേതാക്കൾ എന്നാണ് ആലപ്പുഴയിലെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്ന പല കഥകൾ. അതിനെക്കുറിച്ച് സുരേഷിനുള്ള ഇൻപുട്സ് എന്താണ്, വിവരങ്ങൾ എന്താണ്? അല്ല, ആലപ്പുഴ സമ്മേളനം ഒരുപക്ഷെ VS-നെ ഏറ്റവും കൂടുതൽ അധിക്ഷേപം നേരിട്ടൊരു സമ്മേളനമായിരുന്നു. ഏതാണ്ട് 80% പ്രതിനിധികളും VS-നെ ആക്ഷേപിക്കാനാണ് ആ സമ്മേളനത്തിൻ്റെ ചർച്ചകളെ ഉപയോഗിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, പൊതു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗ്രൂപ്പ് ചർച്ച, അതായത് ജില്ലാ സമ്മേളനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുക. ആ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച നടത്തും. അത് പാർട്ടി സംഘടനാ രീതിയാണ്. ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച നടത്തിയതിന് ശേഷം ആ ഗ്രൂപ്പ് തിരിഞ്ഞ് നടത്തിയ ചർച്ചയിൽ ആരാണോ ഈ ഗ്രൂപ്പ് ചർച്ചയിൽ നടന്ന വിഷയങ്ങൾ നോട്ട് ചെയ്ത് പോയിൻ്റാക്കി അവിടെ പൊതു ചർച്ചയിൽ പറയേണ്ടത് അത് ഗ്രൂപ്പ് ചർച്ചയിൽ നിന്നാണ് തീരുമാനിക്കുന്നത്. ജില്ലാ ഡെലിഗേഷനാണ് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇത്തരത്തിലുള്ള VS-നെ ആക്ഷേപിക്കാനൊന്നും ഏത് ജില്ലയിൽ നിന്ന് ആളുകളും പ്രതിനിധികളും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആളുകൾ പൊതുചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ കൈന്നിട്ടുകൊണ്ട് ഒരുപക്ഷെ ഇത്തരം ആക്ഷേപപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അന്ന് സത്യത്തിലൊരു VS വധം ആട്ടക്കഥയായിരുന്നു ആലപ്പുഴ സമ്മേളനത്തിൽ. അതിൽ സത്യം പറഞ്ഞാൽ മനംനൊന്തുകൊണ്ടാണ്, വ്യതയോടുകൂടിയാണ് VS ആ സമ്മേളനത്തിൽ നിന്ന് തലയുയർത്തിക്കൊണ്ട് ഇറങ്ങിപ്പോയത്. കാരണം VS ഉണ്ടാക്കിയ പാർട്ടിയാണ്. 1939 VS-ന് പാർട്ടി അംഗത്വം കിട്ടുന്നത്, CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗത്വം കിട്ടുന്നത്. അംഗത്വം കൊടുക്കുന്നത് കൃഷ്ണപിള്ളയാണ്. ഇതെല്ലാം നടന്നത് ആലപ്പുഴ വെച്ചാണ്. ആലപ്പുഴ കയർ തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചാണ് ഈ VS പാർട്ടി ഉണ്ടാക്കിയത്. നമുക്കറിയാം, അന്നൊന്നും ഒരു പഞ്ചായത്ത് മെമ്പർ ആവുമെന്നോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമെന്നോ ആഗ്രഹിച്ചിട്ടോ മോഹിച്ചിട്ടോ ഒന്നും അല്ല VS-നെ പോലുള്ള ആളുകൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയതും പാർട്ടി ഉണ്ടാക്കിയതും ജനങ്ങളെ സംഘടിപ്പിച്ചതും. അങ്ങനെയുള്ള VS-നെ ഇരുത്തിക്കൊണ്ട് വളരെ ജൂനിയറായിട്ടുള്ള ആളുകൾ ആക്ഷേപിക്കുമ്പോൾ അത് കേട്ട് നിൽക്കാൻ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് VS-ന് കഴിയില്ല. അതുകൊണ്ടാണ് VS ഇറങ്ങി വന്നത്.